السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹനിധികളായ ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ്, ഈ മഹത്തായ ദുആകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞാനിന്ന് ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നല്ല തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന് 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച പെൺകുട്ടി എല്ലാ സമയങ്ങളിലും സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നു. കുട്ടിക്ക് ലീവുകളില്ല. നല്ല മൊക്കന കുട്ടി നല്ല അച്ചടക്കത്തോടുകൂടെയാണ് കുട്ടി ക്ലാസ്സിലേക്ക് വരുന്നത്. നിസ്കാരങ്ങളുണ്ട്, അതുപോലെ കൂട്ടുകെട്ടുകളില്ല. സൗമ്യമായ ശാന്തമായ പെരുമാറ്റമുള്ള നല്ലൊരു മോൾ കാണുമ്പോൾ കുട്ടിക്കൊരു 11 മണി 12 മണി സമയമാകുമ്പോൾ ഒന്ന് പുറത്തു പോകണം, മൂത്രമൊഴിക്കാൻ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മാഷോട് പറയും, എനിക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകണം. സമ്മതം കൊടുക്കും. 2ാമത്തെ ദിവസവും അതേ സമയം, 3ാമത്തെ ദിവസവും അതേ സമയത്ത്. ചോദിച്ച സമയത്ത് മാഷിന് ഒരു ചെറിയ ഡൗട്ട് അടിച്ചു. ആ കുട്ടിയെ നിരീക്ഷിച്ചപ്പോൾ ആ കുട്ടി പോകുന്നത് മൂത്രപ്പുരയുടെ പുറകുവശത്തേക്കാണ്. എന്നിട്ട് കരുതി വെച്ച ഡ്രസ്സിന്റെ മടക്കഴിച്ച് ആ കുട്ടി ശരീരത്തിൽ നിന്നൊരുതി വാഴയിലേക്ക് ഇറക്കുന്നതാണ് ഈ മാഷ് കാണുന്നത്. രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി. പക്ഷേ രക്ഷിതാക്കൾ തറവാട് മഹിമയുള്ളവരാണ്, നാട്ടിലെ പ്രഗത്ഭരാണ്, മദ്രസ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച കുടുംബമാണ്. ഈ മക്കൾ ഈ രൂപത്തിലാണെന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവര് മാഷയാണ് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഷ് പറഞ്ഞു, ആ കുട്ടി അറിയാതെ നാളെ നമുക്ക് നിരീക്ഷിക്കാം. ഞാൻ നിങ്ങളുടെ കുട്ടി നന്നാവണം, നിങ്ങളെ കുട്ടി ഈ രൂപത്തിൽ ജീവിക്കരുത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രക്ഷിതാക്കളും അതുപോലെ ആ ക്ലാസ് മാഷും ഇത് ശ്രദ്ധിച്ചപ്പോഴാണ് സുബ്ഹാനല്ലാഹ് അത്ഭുതം അവർ നേരിട്ട് കാണുന്നത്. എല്ലാ ദിവസവും 11 മണിക്ക് ബാത്റൂമിലേക്കാണെന്ന് ചോദിച്ചു പോകുന്ന കുട്ടി ലഹരിന്റെ അഡിക്റ്റായി മാറിയിട്ടുണ്ട്. ഇതുപോലെ 4ാമത്തെ ദിവസവും ചെയ്തപ്പോഴാണ് രക്ഷിതാക്കൾക്ക് കാണാൻ കഴിയുന്നത്. അതില്ലാതെ വന്നാൽ കുട്ടിയുടെ ശരീരം തളരും, ആ കുട്ടിക്ക് പ്രഷർ കൂടും, മാനസിക വിഭ്രാന്തി പ്രകടമാകും. ഈ രൂപത്തിലായി ആ കുട്ടി അതിന്റെ ആളായി മാറിയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ വീട്ടിന്റെ ഉള്ളറയിൽ നാം അറിയാതെ ലഹരിന്റെ അഡിക്റ്റായി മാറിയവരെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കുട്ടികൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 +2 പഠിക്കുന്ന മക്കൾ ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമാക്കി കളയരുത്. 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1ാമത്തെ കാര്യം, ആ കുട്ടി കറക്റ്റ് സമയത്ത് സ്കൂളിലേക്ക് എത്തുന്നുണ്ടോ? 2ാമത്തെ കാര്യം, ആരും അറിയാതെ ആ കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ? 3ാമത്തെ കാര്യം, ആ കുട്ടിയുടെ കൂട്ടുകെട്ട് ഏത് രൂപത്തിലാണ്? 4ാമത്തെ കാര്യം, ആ കുട്ടി വീട്ടിൽ റൂം അടച്ചിട്ട് നിൽക്കാറുണ്ടോ? 5ാമത്തെ കാര്യമാണ് നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത്, ആ കുട്ടിക്ക് ക്യാഷിന് വേണ്ടിയിട്ട് ധൃതി കൂട്ടുന്നുണ്ടോ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആരും അറിയാതെ നാളികേരം പോലും വിറ്റ് പണമുണ്ടാക്കി
അതിന്റെ അഡിക്റ്റായി മാറാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ന് വളർന്നു വരുന്ന തലമുറ. ഈ 5 കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കണം. ഇത് എവിടെയോ നമ്മളെ കുട്ടിക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ അഡിക്റ്റാണ് എന്നറിയാൻ ഒരു 5 കാര്യം. എന്റെ കുട്ടി മയക്കുമരുന്നിന്റെ ആളാണോ എന്നറിയാൻ ഒരു 5 കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ഞാനത് പറയാനുള്ള കാരണം, വിശുദ്ധമായ റമദാനിന്റെ പവിത്രമായ പുണ്യമാക്കപ്പെട്ട ദോഷങ്ങളെ പൊറുക്കപ്പെടാനുള്ള പത്തിൽ ഈ ദോഷം പൊറുക്കാൻ പോലും നമ്മളെ വളർന്നു വരുന്ന തലമുറയെ കിട്ടാതെയാകും. അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറ അള്ളാനെ പേടിക്കുന്ന രൂപത്തിലായി ചലിക്കാനും ജീവിക്കാനുമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ. അതുകൊണ്ട് 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ കുട്ടി ഇതിന്റെ അഡിക്റ്റാണ്, ഇതുമായി എന്റെ കുട്ടി ബന്ധമുണ്ട് എന്നറിയാൻ ഒരു 5 പരിശോധനക്ക് നമ്മളെ മക്കളെ വിധേയമാക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ കുട്ടി മൗനിയായിരിക്കും. ആരോടും വർത്തമാനം പറയാതെ എന്തോ ഒരു ചിന്തയിലായി നമ്മളെ കുട്ടികൾ മാറും. രണ്ടാമത്തെ കാര്യം, ഭക്ഷണത്തിനോട് താല്പര്യമുണ്ടാകില്ല. അവർക്ക് കുറെ വെള്ളം കുടിച്ചാൽ മതി. സവനപ്പായിട്ടും കൊക്കലക്കൊലായിട്ടും അതുപോലുള്ള വെള്ളങ്ങൾ അവർക്ക് കിട്ടിയാൽ മതി. മൂന്നാമത്തെ കാര്യം എല്ലാ സമയങ്ങളിലും അവർ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കും. ആർക്കാണ് എവർക്കാണെന്നറിയാത്ത രൂപത്തിൽ അവരിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ 4ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. 4ാമത്തെ കാര്യം, തൊട്ടപ്പുറത്തുള്ള ബന്ധങ്ങൾക്ക് സ്ഥാനം കൽപ്പിക്കാതെ വിദൂരങ്ങൾക്കുള്ള ബന്ധങ്ങൾക്ക് അവർ സ്ഥാനം കൽപ്പിക്കും. അയൽവക്ക ബന്ധങ്ങൾ, അവരുടെ അണാപ്പാന്റെ മക്കൾ, മൂത്താപ്പാന്റെ മക്കൾ, ഇവരോടൊക്കെ ഇങ്ങനെ തെറ്റാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ടോ വലിയ വലിയ ദൂര ബന്ധങ്ങൾക്ക് സ്ഥാനം കൽപ്പിക്കും. 5ാമത്തെ കാര്യം, അവർ ഉറങ്ങാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല. ആ സമയത്തും അതിന്റെ ഉള്ളിൽ നിന്ന് ആരോടൊക്കെയോ ഇങ്ങനെ ഫോൺ ചെയ്യുന്നതായി തോന്നും. ഈ കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ടെങ്കിൽ ആ മക്കൾ അതിന്റെ അഡിക്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഒരുപാട് അടയാളങ്ങളുണ്ട്. കാരണം പഴയ കാലത്തൊക്കെ മണമായിരുന്നു നമ്മൾ പിടിച്ചിരുന്നത്. ഇന്ന് മണമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ ഇറങ്ങി. ഭൂതിന്റെ രൂപത്തിൽ നമ്മുടെ വായയുടെ വാസന മാറ്റാനുള്ള ഒരവസ്ഥയിലേക്ക് പോലും മിഠായികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അഡിക്റ്റായി നമ്മളെ മക്കൾ മാറിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അപകടമാണ്. ഏതെങ്കിലും ചെറുപ്പക്കാർ യുവതികൾ എന്റെ ഈ വോയിസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരോട് വളരെ സ്നേഹത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയുന്നു, മക്കളെ, നമ്മുടെ കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മക്കളുണ്ടാകുന്നത് പോലും അപകടകരമായ മക്കളായി മാറും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും രൂപത്തിൽ ലഹരി ഉപയോഗിക്കുന്ന, ലഹരിന്റെ അഡിക്റ്റായി മാറിയവർ അവർ ദാമ്പത്യ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ ആ മക്കൾക്ക് അംഗവൈകല്യങ്ങൾ വരും, മാനസിക രോഗികളായി മാറും, മന്ദബുദ്ധികളായി മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മളെ മക്കളെ വളരെ ശ്രദ്ധിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. സ്കൂളിലേക്കല്ലേ, അതുപോലെ സ്ഥാപനത്തിലേക്കല്ലേ, എന്റെ കുട്ടി ഹോസ്റ്റലിലാണല്ലോ, എന്റെ കുട്ടി വലിയ ടെക്നോളജികളായി, എഞ്ചിനീയറായി, ഡോക്ടറായി പ്രഗത്ഭ ബിരുദാനന്ദ ബിരുദങ്ങളെടുത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ മുമ്പിലേക്ക് ആ കുട്ടി ബാപ്പാരാണെന്ന് ഉമ്മാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് ആ കുട്ടി വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മളൊക്കെ, നമ്മളുടെ ചെറുപ്പക്കാരൊക്കെ, വളർന്നു വരുന്ന തലമുറ മുഴുവനും മൊബൈലിന്റെ അഡിക്ഷനായി മാറിയിരിക്കുകയാണ്. മൊബൈലില്ലാതെ വന്നാൽ അവർ ചൂടാവുക. ഉമ്മയോടാണെങ്കിലും ഉപ്പയോടാണെങ്കിലും ആ ബഹുമാനം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ട് ചൂടാകുന്നൊരവസ്ഥ. അവർക്കൊരു ഹാപ്പിനെസ് മൈൻഡ് ഈ രൂപത്തിൽ കടന്നുകൂടി. അങ്ങനെ കടന്നുകൂടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ഒരു അഡിക്റ്റായി കഴിഞ്ഞാൽ, മൊബൈലാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും അതിന്റെ അഡിക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് മാറാൻ ഒരുപാട് സമയമെടുക്കും.
അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ റമദാനിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ നമ്മൾ ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറ്റരുത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം ഒരു കള്ളുകുടിയായ ഒരു മനുഷ്യൻ നാട്ടിലുണ്ടെങ്കിൽ, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ നാട്ടിലുണ്ടെങ്കിൽ അവരെ മാറ്റപ്പെടണമെന്നുള്ള ശൈലിയോട് ഈ വിനീതൻ യോജിക്കുന്നില്ല. കാരണം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾ. ഒരു കള്ളുകുടിയനായ മനുഷ്യനെ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ കാണാൻ ചെന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം വലിയ കള്ളുകുടിയനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറിയ സമയത്ത് അദ്ദേഹം അവിടെയില്ല. വീണ്ടും ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു, അപ്പോഴും അദ്ദേഹം അവിടെയില്ല. ചോദിക്കുമ്പോഴൊക്കെ പറയും അദ്ദേഹം കുടിക്കാൻ പോയിട്ടുണ്ട്. രാവിലെ പോകുമ്പോഴും ഉച്ചക്ക് പോകുമ്പോഴും വൈകുന്നേരം പോകുമ്പോഴും അദ്ദേഹം വീട്ടിലുണ്ടാവാറില്ല. അവസാനം ഞങ്ങൾ ചോദിച്ചു, അദ്ദേഹം കുടിയില്ലാത്ത സമയം എപ്പോഴാണെന്ന് പറഞ്ഞു തരുമോ? വീട്ടുകാരെത്തി പറഞ്ഞു, നിങ്ങൾ രാത്രി പോരി. അങ്ങനെ ഞങ്ങൾ രാത്രി ചെന്നു, ആ വീട്ടിൽ ചെന്നു. ഞങ്ങൾ 2-3 ആളുകൾ ആ വീട്ടിലേക്ക് ചെന്നു. ഞങ്ങൾ അവിടെ ഇരുന്നു. അദ്ദേഹം വന്ന് കസാലയിലിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ ചുവക്കാൻ തുടങ്ങി. ഇരിക്കുന്ന ഈ വിനീതന് പേടിയായി. ഇനി എന്താ ഇവിടെ സംഭവിക്കുക? ഒരു ലഹരിയുമായി ജീവിക്കുന്ന ഒരാളാണ്. അടി കിട്ടോ എന്ന് പോലും പേടിച്ചുപോയി. കുറെ സമയം അദ്ദേഹം കേട്ടു. അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. ഞാനും പേടിച്ചെണീറ്റു. ഞാൻ ഓടാൻ വേണ്ടിയിട്ട് എണീറ്റതാണ്. വളരെ ചെറുപ്പത്തിലാണ്. ഒരു സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയതാണ്. അദ്ദേഹം എണീറ്റ് അദ്ദേഹം എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഞാൻ ആകെ പേടിച്ചു ഇങ്ങനെ വിറക്കുകയാണ്. അദ്ദേഹം എന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, തങ്ങളുട്ടി, ഇതുവരെ ഈ രൂപത്തിൽ ഒരാളും എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഞാൻ എന്തു ചെയ്യണം? എനിക്കൊന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ ഒരുപാട് കാലമായി ഇതുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? എന്നെല്ലാവരും ഒരു കള്ളുകുടിയനാക്കി മാറ്റി. വൈകുന്നേരം ഞാൻ കള്ളു കുടിച്ചു വരുമ്പോ എന്നെ കല്ലുകൊണ്ട് എറിഞ്ഞു, ചീത്ത വിളിച്ചു. ഒരാളും എന്നെ ഉപദേശിച്ചിട്ടില്ല. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തു. നല്ല കൗൺസിലിംഗ് നടത്തി, ക്ലാസുകൾ കൊടുത്തു. അദ്ദേഹം കള്ളുകുടി നിർത്തിയിട്ട് പള്ളിയിലെ ഹദ്ദാദിനും നിസ്കാരത്തിനും ജമാഅത്തിൽ പങ്കെടുത്തു എന്ന് കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ ഉപദേശിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒന്ന് വിളിച്ചിരുത്തി അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാൻ. ഇന്നെല്ലാവർക്കും അറിയാം, ഏതാളെ പറ്റി പരിശോധിക്കുമ്പോഴും കടക്കണിയിൽ പെട്ടുകൊണ്ട് ടെൻഷൻ വന്നപ്പോ കള്ളു കുടിച്ചതാണ്. അതുപോലെ ഒരു പ്രശ്നത്തിൽപ്പെട്ടപ്പോ കള്ളു കുടിച്ചതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തൊന്ന് ഇരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ട് പരിപൂർണമായി സങ്കടങ്ങളൊന്ന് ഇറക്കി വെച്ച്, അത് തന്നെയാണ് ഏറ്റവും വലിയ തെറാപ്പി. അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇടങ്ങേറുകൾ, സങ്കടങ്ങൾ, വല്ലായ്മകളൊന്ന് കേൾക്കാൻ വേണ്ടി തയ്യാറായി. അവര് പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞതിന്റെ ശേഷം ശാന്തമായത് കേട്ട് ഇടയിൽ കയറി സംസാരിക്കാതെ എല്ലാം കേട്ടതിന്റെ ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രൂപത്തിൽ അവരെ ഉപദേശിക്കുകയല്ല, മറിച്ച് അവരുമായിട്ട് കാര്യങ്ങൾ തിരക്കിയിട്ട് അവരുടെ കൽബിലേക്ക് കയറിക്കൂടി ശ്രമിച്ച് അങ്ങനെ 1, 2, 3 ഇരുത്തം കഴിഞ്ഞ് സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവരുടെ കൽബിൽ നിന്ന് പരിപൂർണമായി മാറ്റാൻ നമുക്ക് കഴിയും. അതിനുള്ള ഏറ്റവും നല്ല ക്ലാസുകളാണ് എന്റെ പ്രിയപ്പെട്ടവർ അവർക്ക് കൊടുക്കേണ്ടത്. അവരെ ചേർത്ത് പിടിക്കണം നമ്മൾ. അവരെ മാറ്റി നിർത്താൻ പാടില്ല. അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഉപദേശം കൊടുത്താൽ ഏത് കുലുങ്ങാത്ത കൽബും കുലുങ്ങി പരിശുദ്ധമായി ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ജീവിക്കാൻ അവർ തയ്യാറാവും. ആ രൂപത്തിലാണ് അവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമുക്കറിയാം, ചരിത്രം അങ്ങനെയാണല്ലോ. ബിശ്റുൽ ആഫിയുടെ ചരിത്രം,
ബഹുമാനപ്പെട്ട ബിശ്റുൽ ആഫി റളിയല്ലാഹു തആല അൻഹുവായി മാറിയത്. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ കള്ളിന്റെ ഗോഡൌണുകളുള്ള ഏറ്റവും വലിയ കള്ളുകുടിയനായ മനുഷ്യൻ നടന്നു പോകുമ്പോൾ തന്റെ കാലിൽ ഒരു കടലാസ് പതിച്ചു. ആ കടലാസ് എടുത്തു നോക്കിയപ്പോഴാണ് അതിൽ കാണുന്നത് അല്ലാഹുവിന്റെ നാമം. ആ അല്ലാഹുവിന്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം അദ്ദേഹത്തിന്റെ കാലിലങ്ങ് പതിഞ്ഞപ്പോൾ ആ കടലാസ് എടുത്തയാള് പൊട്ടിക്കരയുന്നു. എന്നിട്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ്. അല്ലാഹ്, ഞാൻ വല്ലാത്ത കള്ളുകുടിയനാണ്, എനിക്ക് കള്ളിന്റെ ഗോഡൌണുകളുണ്ട്, ഈ നാട്ടിലെല്ലാവർക്കും കള്ളു കൊടുക്കുന്ന മനുഷ്യനാ. പക്ഷേ അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പേരിൽ ഞാൻ ചവിട്ടിപ്പോയല്ല അല്ലാഹ്. ഇതങ്ങ് പറഞ്ഞ് ബിശ്റങ്ങ് പൊട്ടിക്കരയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ മഹാനാണ് ഖാജാ ഹസൻ ബസ്രി റളിയല്ലാഹു തആല. അദ്ദേഹം വന്നിട്ട് ബിശ്ർ അൽ ആഫി തങ്ങളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ കള്ളുകുടിയരല്ല. നിങ്ങളാ ബിസ്മി സ്നേഹിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ നാമം സ്നേഹിച്ചതിന്റെ പേരിൽ അല്ലാഹു എല്ലാം പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. നമ്മളെ ഖൽബ് നന്നാവണം എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മളെ മക്കൾ നന്നാവാൻ, നല്ല ബുദ്ധിയുള്ള മക്കളായി മാറാൻ ചെറുപ്പത്തിൽ നമ്മളെ മക്കൾക്ക് ഒരു സ്വലാത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കൾ നന്നാവും. ആ സ്വലാത്താണ് 100% നമ്മളെ മക്കൾ നന്നാവും. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് പരീക്ഷയ്ക്ക് പോയാൽ പരീക്ഷ വിജയിക്കും. ഖൽബുറപ്പോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ നമ്മൾ ചൊല്ലണം. ആ സ്വലാത്ത് ഒരാൾ ചൊല്ലിപ്പോയാൽ അയാൾ പരീക്ഷയിൽ വിജയിക്കും. അല്ലാഹു പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. മക്കൾക്ക് പഠിപ്പിക്കേണ്ട സ്വലാത്താണ് ആ സ്വലാത്തിന്റെ പ്രിയപ്പെട്ടവരെ. വളർന്നു വരുന്ന തലമുറങ്ങ് കാണാതെ പഠിച്ചുപോയാൽ, വളർന്നു വരുന്ന കുട്ടികളങ്ങ് പഠിച്ചുപോയാൽ, പരീക്ഷ നടക്കുകയാണ്, SLC പരീക്ഷ നടക്കുകയാണ്, +1 പരീക്ഷ നടക്കുകയാണ്, +2 പരീക്ഷ നടക്കുകയാണ്. ആ പരീക്ഷയിൽ ഈ മക്കൾ ഇത് ചൊല്ലിട്ട് പോയാൽ നമ്മൾ ടെൻഷൻ ആവണ്ട. നല്ല ബുദ്ധിയുള്ള, നല്ല ചിന്തയുള്ള, നല്ല ഓർമ്മശക്തിയുള്ള മക്കളായി നമ്മളെ മക്കള് മാറുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ആ സ്വലാത്ത് പറഞ്ഞിട്ട് നമുക്കങ്ങ് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ സ്വലാത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സ്വലാത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഈ സ്വലാത്ത് എല്ലാവരും ചൊല്ലിയാൽ നമ്മളെ മക്കൾക്ക് വിജയം ഉറപ്പാണ്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്. ഈ സ്വലാത്ത് വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിച്ചു അവര് പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഇത് ചൊല്ലട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. നമ്മളെ മക്കൾ കഷ്ടപ്പെടില്ല. നല്ല ബുദ്ധിയുള്ള, ചിന്തയുള്ള, ദീർഘവീക്ഷണമുള്ള നല്ല മക്കളായി നമ്മളെ മക്കൾ മാറുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സ്വലാത്ത് വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം. എല്ലാവർക്കും A+ ആണ് വേണ്ടത്, എല്ലാവർക്കും വിജയമാണ് വേണ്ടത്. മക്കൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നല്ല ബുദ്ധിയുള്ള മക്കളാവണോ, അവർ ലക്ഷ്യം സാധിക്കണോ, അവരുടെ പ്രയാസങ്ങൾ മാറണോ, അവരുടെ വല്ലായ്മ മാറണോ. ഈ ദിക്റിന്റെ പ്രിയപ്പെട്ട ഉമ്മ വളർന്നു വരുന്ന മക്കളെ പഠിപ്പിക്കണേ. ഏതാണ് ആ സ്വലാത്ത് എന്നറിയുമോ? ആ സ്വലാത്തിന്റെ പ്രിയപ്പെട്ടവരെ നല്ലവണ്ണം ചൊല്ലണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാലാ നിഹായത ലികമാലിക വഅദദ കമാലിഹി. ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ നല്ല ബുദ്ധിയുള്ള മക്കളായി മാറും, നല്ല ചിന്തയുള്ള മക്കളായി മാറും, നല്ല ഓർമ്മശക്തിയുള്ള മക്കളായി മാറും.
പടച്ചുറപ്പേ, നമ്മളങ്ങ് മരണപ്പെട്ടു പോയാൽ, നമ്മളങ്ങ് കണ്ണടച്ചു പോയാൽ, വിശാലമായ പള്ളിപ്പറമ്പില് ഉമ്മാന്റെ ജനാസക്ക് താഴെ ആ മക്കള് വന്നിട്ട് ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് എന്റെ പൊന്നുമ്മാന്റെ ഖബർ സ്വർഗമാക്കണം അല്ലാഹ്, എന്റെ ഉപ്പാന്റെ ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. കണ്ണുനീരൊലിപ്പിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഉമ്മ പോകുന്ന വേർപാടിന്റെ സങ്കടമുള്ള മക്കളായി നമ്മളെ മക്കള് മാറാൻ ഓരോരോ പിടിമണ്ണും ഖബറിലേക്ക് അങ്ങ് വെച്ചു തരുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഗീദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് മക്കളിങ്ങനെ മണ്ണ് വാരിയിടുമ്പോൾ അവരെ കണ്ണൊലിക്കട്ടെ, ഖൽബ് പിടയട്ടെ, ആത്മാർത്ഥമുള്ള ദുആ. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് സലാം പറഞ്ഞാൽ ദുആ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മക്കൾ ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് വരട്ടെ. അതല്ലേ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയത്. എല്ലാം അവസാനിക്കും, ഒരാളങ്ങ് മരണപ്പെട്ടു പോയാൽ എല്ലാം അവസാനിക്കും. 3 കാര്യങ്ങൾ മാത്രം ഖബറിൽ ബാക്കിയാകും. എല്ലാവരും പോയി കഴിഞ്ഞാൽ, മൂടുകല്ല് വെച്ചാൽ എല്ലാവരും മാറിപ്പോയാൽ 3 കാര്യങ്ങളാണ്. ചെയ്ത സ്വാലിഹായ അമലുണ്ടോ രക്ഷപ്പെടാം, സ്വദഖയുണ്ടോ രക്ഷപ്പെടാം. മൂന്നാമത്തത് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ? ആ മക്കളാകാൻ വേണ്ടിയിട്ടാണ് ദർസിലേക്ക് പറഞ്ഞേക്കുന്നത്, കോളേജിലേക്ക് പറഞ്ഞേക്കുന്നത്, പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വളർന്നു വരുന്ന തലമുറ അപകടത്തിൽ പെടുമോ എന്ന് പേടിച്ചിട്ടാ ഞാനിതങ്ങനെ പറയുന്നത്. ശ്രദ്ധിക്കണേ, ആ മക്കളുടെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, സക്കനാത്ത്, ഹറക്കാത്ത്, അഫ്ആൽ, അഖ്വാലുകൾ ശ്രദ്ധിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഉമ്മ ആത്മാർത്ഥമായി ദുആ ചെയ്യണേ, ദ്വാരപ്പിക്കണേ. ആലിമീങ്ങളെ കാണുമ്പോ, സാദാത്തുക്കളെ കാണുമ്പോ ആ മൂർത്താവിൽ ഒന്ന് മന്ത്രിപ്പിച്ചുകൊണ്ട് മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാരക്കണേ. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കുമാറാവട്ടെ. ഒരൽപ്പം ദിക്ർ ചൊല്ലി ദുആയിലേക്ക് നമുക്ക്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا خالق يا الله يا باري يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا رزاق يا الله يا فتاح يا الله يا باسط يا الله يا رافع يا الله يا ذا الجلال والإكرام يا الله يا ودود يا ودود يا ودود يا ودود يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. لا حول ولا قوة إلا بالله العلي العظيم. أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റ് ചെയ്തവരാണ് റബ്ബേ, നീ പുറത്തു തരണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്, ഖൽബിൽ ഈമാൻ നൽകണം അല്ലാഹ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം നിശ്ചലമാകുമ്പോൾ ഉണക്കക്കട്ടിൽ ഞങ്ങൾ
ഞങ്ങളെ മലർത്തിക്കെളുത്തി താടിത്തലയിലേക്ക് വലിച്ചു കെട്ടി മൂക്കിലങ്ങ് പഞ്ഞി വെച്ച് തണ്ടാവിരൽ കൂട്ടിക്കെട്ടപ്പെട്ട് വയറു വീർത്ത് പൊട്ടിയൊലിക്കാതിരിക്കാൻ വയറ്റിൽ കനമുള്ളത് വെക്കുന്നൊരു സമയം നമുക്ക് വരാറുണ്ട്. ആ സമയത്ത് ഞങ്ങളെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ്. ഈമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ്. ഈമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ സകലാത്ത് ഹറക്കാത്ത് അഫ്ആല് അഖ്വാലുകളിൽ മഹാന്മാരെ തണലേകണം അല്ലാഹ്. കാവലേകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ മുറാദ് ഒത്തിരിയുണ്ട്, ഹാസിലാക്കണം അല്ലാഹ്. വിഷമങ്ങൾ ധാരാളമുണ്ട്, തീർത്തു തരണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. ഈ കരങ്ങളെ വെറുതെയാക്കല്ലേ അല്ലാഹ്, ഖായിബാക്കല്ലേ അല്ലാഹ്. വിശിഷ്യ ദിവസങ്ങളിൽ നിന്നോട് ഞങ്ങൾ തേടുന്നു അല്ലാഹ്. ഞങ്ങൾ നോറ്റ റമളാനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ചെയ്ത ഇബാദത്ത് ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങൾ ചെയ്ത ഖുർആനോത്തുകൾ, നിസ്കാരങ്ങൾ, തറാവീകൾ, സ്വദഖകളെല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ വിശുദ്ധമായ റമളാനിൽ അല്ലാഹുവിന്റെ ഭവനത്തിലിരുന്ന് ഞങ്ങൾ നടത്തിയ പ്രാർത്ഥന നീ സ്വീകരിക്കണം അല്ലാഹ്. വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉമ്മമാര് നടത്തിയ പ്രാർത്ഥന ഖബൂലാക്കണം അല്ലാഹ്. എന്റെ ദുആക്ക് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലാഹ്. ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലാഹ്. ഒരുപാട് മക്കളുണ്ട് അല്ലാഹ്. എൻ്റെ അടുത്ത് ഓതി പഠിക്കുന്ന മക്കളുണ്ട് അല്ലാഹ്. ഓതി പഠിച്ച് ഇന്ന് പല മഹല്ലുകളിലും സേവനം ചെയ്യുന്ന പ്രഗത്ഭരായ ആലിമീങ്ങളുണ്ട് അല്ലാഹ്. അവരെ മാതാപിതാക്കളുണ്ട് അല്ലാഹ്. പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർ, ഇന്നും ഭക്ഷണം കൊടുക്കുന്നവര്, സഹായിക്കുന്നവര് നാട്ടിലുണ്ട്, പ്രവാസ ലോകത്തുണ്ട് അല്ലാഹ്. അവരെ നീ സഹായിക്കണം അല്ലാഹ്. പെടുത്തണം അല്ലാഹ്. ഒരുപാട് പ്രവാസികൾ റബ്ബേ പല നാടുകളിലുമുള്ളവര് അല്ലാഹ് ഞങ്ങളെ മക്കളെ സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. പടച്ചവനെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് അല്ലാഹ്. അവിടെ നടക്കുന്ന സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. ജമലുൽ ലൈലി ദർസ് നെഞ്ചോട് ചേർത്തവരുണ്ട് അല്ലാഹ്. പടച്ചവനെ അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും തട്ടി മാറ്റണം അല്ലാഹ്. ഖൈറിന്റെ വഴി നീ തുറന്നിട്ട് കൊടുക്കണം അല്ലാഹ്. അപകട മരണങ്ങളിൽ അവരെയും ഞങ്ങളെയും പെടുത്തല്ലേ അല്ലാഹ്. മാരകമായ രോഗം കൊടുത്ത് തളർത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരം മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ അല്ലാഹ്. ഒരുപാട് രോഗികൾ റബ്ബേ ആമീൻ പറയുന്നു അല്ലാഹ്. രോഗം നീ പരിപൂർണ ശിഫ നൽകണം അല്ലാഹ്. കാല് വേദനയുള്ളവരുണ്ട്, കാലിന്റെ മുട്ടുവേദനയുള്ളവരുണ്ട്, ഉരന്റെ ഡിസ്കിന് തകരാറുള്ളവരുണ്ട്, മൈഗ്രെയിൻ പോലുള്ള തലവേദനയുള്ളവരുണ്ട്, കണ്ണിന്റെ കാഴ്ച മങ്ങി വരുന്നവരുണ്ട്, കേൾവി കുറഞ്ഞു വരുന്നവരുണ്ട്, സംസാരത്തിന് വൈകല്യമുള്ളവരുണ്ട്, നെഞ്ഞുവേദന മിരിച്ചിലും പുകച്ചിലുമുള്ളവരുണ്ട്, അടിവയറ് വേദനയുള്ളവരുണ്ട്, ശ്വാസമുട്ടലുകളുണ്ട്, അലർജിന്റെ തകരാറുണ്ട്, തൈറോയിഡിന്റെ വിഷമങ്ങളുണ്ട്, ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം അല്ലാഹ്. നീ ശിഫ നൽകണം അല്ലാഹ്. പടച്ചവനെ ഹോർമോണിന്റെ തകരാറുണ്ട്, പൊട്ടാസ്യത്തിന്റെ വിഷമങ്ങളുണ്ട്, സോഡിയത്തിന്റെ വിഷമങ്ങളുണ്ട് അല്ലാഹ്. ക്രിയാറ്റിന്റെ വിഷമങ്ങളുള്ളവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണം അല്ലാഹ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്. പടച്ചവനെ നീ ശിഫ നൽകണം അല്ലാഹ്. മാനസിക വിഭ്രാന്തി ഉള്ളവരുണ്ട്, നീ ശിഫ നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഒരുപാട് ഉമ്മമാരാമീൻ പറയുന്നു അല്ലാഹ്. ഒരു ഉമ്മാക്കും സ്തനർബുദം നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ സ്തനഭാഗത്ത് കുരുവന്ന് പൊട്ടി ഒലിച്ച് മുറിച്ച് മാറ്റുന്ന അവസ്ഥ ഒരു ഉമ്മാക്കും നൽകല്ലേ അല്ലാഹ്. ഗർഭപാത്രത്തിൽ മുഴ നൽകല്ലേ അല്ലാഹ്. അത്
മാറ്റിയപ്പെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. പടച്ചവനെ മാറാത്ത ചൊറി നൽകല്ലേ അല്ലാ. അവസ്മാര രോഗം തരല്ലേ അല്ലാ. മഞ്ഞപ്പിത്ത രോഗം തരല്ലേ അല്ലാ. പടച്ചവനെ മാരകമായ രോഗം തരല്ലേ അല്ലാ. കോമൺ സ്റ്റേജിലാകുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. വെന്റിലേറ്ററിലാകുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. ആംബുലൻസിൽ ഞങ്ങളെ ശരീരം മിന്നൽ വേഗതയിൽ പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണം അല്ലാ. പടച്ചവനെ അല്ലാഹുവേ ആഫിയത്ത് നൽകണം അല്ലാ. ആരോഗ്യം നൽകണം അല്ലാ. പടച്ചവനെ ഞങ്ങളെ കുഴക്കല്ലേ അല്ലാ. മാനം കെടുത്തല്ലേ അല്ലാ. വഷളാക്കല്ലേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടുകൂടെ മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഈ റമളാൻ ഖൈറിൽ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ പെടുത്തണം അല്ലാഹ്. പടച്ചവനെ ഒരുപാട് മുറാദുണ്ട്, ഹസ്ലാക്കണം അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. പടച്ചവനെ വീടില്ലാത്തവരുണ്ട്, വീട് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് കടമുള്ളവരുണ്ട്, തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാഹ്. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്, ലാഹികായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് അല്ലാഹ് പ്രവാസികളുണ്ട്, അല്ലാഹ് ബർക്കത്ത് നൽകണം അല്ലാഹ്. തങ്ങളെ ഇഖാമ ശരിയായിട്ടില്ല, തനാസുൽ മാറി കിട്ടിയിട്ടില്ല, വിഷമങ്ങളാണ്, ജോലിയിൽ ബർക്കത്ത് കിട്ടുന്നില്ല, അല്ലാഹ് ഖൈർ നൽകണം അല്ലാഹ്. ബർക്കത്ത് നൽകണം അല്ലാഹ്. കടലാസുകൾ ശരിപ്പെടുത്തി കൊടുക്കണം അല്ലാഹ്. നാട്ടിലുണ്ട്, മറുനാടുകളിലുണ്ട്, റബ്ബേ ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഞങ്ങളെ കാത്തോളണം അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. നിന്റെ തൃപ്തിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് മദീനയൊന്ന് കാണാൻ പാപം പതിഞ്ഞ പാദം ത്വാഫിൽ നിർത്തി ഇരുകരങ്ങളും ആകാശത്തേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണിറയെ കഅബ കണ്ട് ദുഃഖദോഷ ഭാണ്ഡഭാരക്കെട്ടുകൾ കഅബാലയത്തിന്റെ തിരുമുറ്റത്തിറക്കി വെച്ച് ഉമ്മവറ്റ കൽബോലെ മടങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. മിനയിലൊന്ന് താമസിച്ച് മുസ്ദലിഫയിലൊന്ന് രാപ്പാർത്ത് അറഫയിലൊന്ന് സംഗമിച്ച് ജംറകളൊന്നെറിഞ്ഞ് അല്ലാഹ് തവാഫ് ചെയ്ത് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മസ്ജിദുൻ നബവിയിലൂടെ കടന്നു ചെന്ന് പച്ചക്കുമ്പന്റെ ചാരത്ത് ചെന്ന് ഹബീബിനോട് സലാം പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. പടച്ചവനെ മരണസമയം നിന്റെ തൃപ്തിയിലാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ കടന്നു വരുന്ന അസ്റായീൽ ഞങ്ങളെ റൂഹിനങ്ങ് പിടിച്ചു പോയാൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു റബ്ബേ. ഞങ്ങളെ കുളിപ്പിക്കുമല്ലോ, ഞങ്ങളെ കഫൻ പുടയിൽ പൊതിയുമല്ലോ, വീട്ടിന്റെ ഉമ്മറത്ത് ഞങ്ങളെ വെക്കുമല്ലോ. എല്ലാവരും ചുമന്നു വഴിയോരങ്ങളിലൂടെ ഏറ്റിക്കൊണ്ടുപോകുമ്പോ ഖദ്ദിമൂനി 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 എന്ന് പറയുന്ന ജനാസയാക്കണം അല്ലാഹ്. പടച്ചവനെ പള്ളിയുടെ മിഹ്റാബിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുമ്പോ ആലിമീങ്ങളെ ആബിദീങ്ങളെ ആരിഫീങ്ങളുടെ തക്ബീർ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. പടച്ചവനെ വിശാലമായ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഊരക്ക് മുണ്ടിട്ടുകൊണ്ട് ഖബറിലേക്ക് ഞങ്ങളെ വെച്ച് തലയിൽ കെട്ടിയ കെട്ടഴിച്ച് കവള മണ്ണിനോടങ്ങ് ചേർത്ത് വെക്കുമ്പോ പടച്ചവനെ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ മറുപടി പറയാം ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. സ്വർഗ്ഗം ഞങ്ങളുടെ ഖബറിലേക്ക് തുറന്നിട്ട് തരണം അല്ലാഹ്. നരകം ഹറാമാക്കണം അല്ലാഹ്. സിറാത്ത് മിന്നൽ വേഗതയിൽ വിട്ടുകിടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് സ്വർഗ്ഗത്തിൽ കടന്ന് ലിഖാഹിനെയും ആദരവായ മുത്തുനബിയുടെ തൃക്കല്യാണവും രണ്ട്
കണ്ണുകൊണ്ട് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ദുആനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ ദുആനെ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ കേൾക്കുന്നവരെ റബ്ബേ നീ കേൾക്കണം അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ്. ജമലുൽ ലൈലി ദർസിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ്. ഈ കരങ്ങളെ വെറുതെ ആക്കല്ലേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.